2017 18 തീയതി മെയ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഈ പ്രോജക്റ്റിന് സർക്കാർ കൊടുത്തു. 2017 ഫെബ്രുവരി തൊട്ട് തന്നെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റി ഇതിന്റെ തത്വത്തിൽ അപ്രൂവൽ ചെയ്തു. ഈ പ്രൊപ്പോസൽ വിശദമായി പരിശോധിച്ച ശേഷമാണ് 18 മെയ് 2014 ഈ പദ്ധതിന് വേണ്ടി 1028 കോടിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഒരു കൊല്ലത്തിന്റെ ഓപ്പറേഷൻ കോസ്റ്റോടൊപ്പം ഗവൺമെന്റ് കൊടുത്തത്. പിന്നെ ഈ കമ്മിറ്റി ഒരു എക്സ്പെർട്ട് ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഇതിന്റെ വിശദമായി സ്റ്റഡി ചെയ്ത് ഇതിന്റെ അപ്രൈസൽ ഒക്കെ ചെയ്തത്. 2018 ജൂൺ മാസം 14 തീയതി സർക്കാർ ഒരു ഓപ്പൺ ടെൻഡർ ക്ഷണിച്ച ശേഷം ഒരു ബിഡ്, ഓപ്പൺ ട്രാൻസ്പെറന്റ് ഈ പ്രൊക്യൂർമെന്റ് ബിഡിന് ശേഷമാണ് വിശദമായ പരിശോധന ശേഷം ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് കമ്മിറ്റിന്റെ അപ്രൂവൽ ശേഷം 2019 മാർച്ച് 8 തീയതി ഈ വർക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് സർക്കാർ കൊടുത്തു. ഈ കൺസോർഷ്യം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, റെയിൽടെൽ, SRIT മറ്റും LS കേബിൾ ആണ് ഉൾപ്പെടുത്തി ഇത് ചെയ്യുന്നത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ഗവൺമെന്റിന്റെ എല്ലാ ഗവേണൻസും അതേപോലെ വീടുകളിലേക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ കൊടുക്കാൻ ഒരു വലിയ മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. ഇത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് സർവീസസ്, ഗവൺമെന്റ് ടു കസ്റ്റമർ സിറ്റിസൺ സർവീസസ്, ബിസിനസ് ടു കസ്റ്റമർ സർവീസസ് എന്ന വിശദമായ എല്ലാ സർവീസുകൾക്കും ഒരു ഫണ്ടമെന്റൽ ബാക്ക് ബോൺ ആയിരിക്കും. ഇതിന്റെ ഉദ്ദേശങ്ങൾ, ഒബ്ജക്റ്റീവ്സ് 3 ആണ്. 1, ഒരു കോർ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക്, അതായത് ഇൻഫർമേഷൻ ഹൈവേ എല്ലാ നെറ്റ്വർക്കുകൾക്കും നോൺ ഡിസ്ക്രിമിനേറ്ററി ആയി ഇരിക്കാനാണ് ആദ്യ ഒരു ഉദ്ദേശം. രണ്ടാമത് ഉദ്ദേശം ഒരു റിലയബിൾ, സെക്യൂർ, സ്കേലബിൾ ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാ സർക്കാർ ഓഫീസുകളിലും അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ഹോസ്പിറ്റൽസിലും കൊടുക്കാൻ രണ്ടാമത് ഉദ്ദേശമാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫീസുകൾക്കും അതേപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ബാൻഡ് വിത്ത് കിട്ടുമ്പോൾ കുറേ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത് ഉദ്ദേശം നമ്മുടെ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സിനും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും അവർ വഴി മുഖാന്തരം ഫ്രീ ഇന്റർനെറ്റ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കാനാണ് മൂന്നാമത് ഉദ്ദേശം. അപ്പോൾ ഈ ബാക്ക്വേർഡ് ഹൗസ് ഹോൾഡ്സിന്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുമ്പോൾ അവരും ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഭാഗമായി ഈ ഡിജിറ്റൽ ഡിവൈഡ് കേരള സംസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണമായി അകറ്റാൻ പറ്റും. ഇതാണ് 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഈ പ്രോജക്റ്റ് ഗവൺമെന്റ് 2 ട്രാക്ടായി ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ ഇപ്പോൾ ഫേസ് 1 അതിന്റെ ഉദ്ഘാടനമാണ്. ഒന്നാമത്തെ ട്രാക്കിൽ 30,000 മുകളിലെ ഗവൺമെന്റ് ഓഫീസുകളും സ്കൂളുകളിലും ഹോസ്പിറ്റലിലുമാണ് ലിങ്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ 20 ലക്ഷം ഫാമിലികൾക്ക് ഗവൺമെന്റ് സൗജന്യമായി ഇന്റർനെറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 2 ട്രാക്കുകൾ. ഈ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ നമ്മുടെ വലിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മുടെ മുഴുവൻ എക്കോണമിയും നമ്മുടെ സമൂഹവും എല്ലാം പുതിയ ഡിജിറ്റൽ എറാക്ക് കൊണ്ടുപോകാനാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ശ്രീ MM മാണി സാറിനാണ്. നമ്മുടെ കെ-ഫോൺ പദ്ധതിയിൽ KSEBയോട് 49% ഷെയറാണ് ഉള്ളത്. KSEB വഴിയാണ് നമ്മൾ എല്ലാ ഓപ്റ്റിക് ഫൈബറും നമ്മൾ വലിച്ച് എല്ലാ നമ്മുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് നമ്മുടെ പോപ്പിന്, പോയിന്റ് ഓഫ് പ്രസൻസിന് പറയുന്നത് എല്ലാം നമ്മുടെ ഡിസ്ട്രിക്ട് സബ് ഡിവിഷണൽ ഓഫീസുകളിലാണ് ഉള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അധ്യക്ഷൻ അദ്ദേഹത്തിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് ഈ പരിപാടി അതേപോലെ കെ-ഫോൺ വെബ്സൈറ്റും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. അദ്ദേഹമാണ് IT വകുപ്പിന്റെ നേതൃത്വം നൽകുന്നത്. വലിയ നമ്മുടെ ആംബിഷ്യസ് പ്രോജക്ട്സ് കെ-ഫോൺ പോലെ, അതേപോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നമ്മുടെ IT പാർക്കുകൾ, ഇതിൽ കുറേ മാറ്റം വരുത്തുന്ന കുറേ പരിപാടികൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഇപ്പോൾ കുറച്ചു നേരത്തിൽ എത്തിച്ചേരാനുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്ററാണ്. നമ്മുടെ ഈ പദ്ധതി കിഫ്ബി സപ്പോർട്ടിലാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ഐസക് സാറിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പവർ സെക്രട്ടറി ശ്രീ സൗരവ് ജെയിൻ IAS അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
കെ സി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ എൻ എസ് പിള്ളை അവർകളുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിന്റെ ബെല്ലിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം ബി ഗൗതമ അവർകളുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. റെയിൽടെൽ റെയിൽവേസിന്റെ PSU അദ്ദേഹത്തിന്റെ അതിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പുനിത് ചാവ്ല അവർകളാണ്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. IT ഡിപ്പാർട്ട്മെന്റും KSATL സ്റ്റാഫും K-Phoneന്റെ സ്റ്റാഫ് എല്ലാവർക്കും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ K-Phoneന്റെ മറ്റ് സബ്സിഡറി പാർട്ട്നേഴ്സ്, നമ്മുടെ LS കേബിൾസ്, SRIT, മറ്റ് കമ്പനികൾ എല്ലാവരും പ്രതിനിധികളുണ്ട്. നമ്മുടെ മുഴുവൻ ടീം അംഗങ്ങളുണ്ട്. അവരെ എല്ലാം ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകരിലുണ്ട്. അത് എല്ലാവരും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് വ്യൂവേഴ്സ് ഉണ്ട്, PRD പ്രതിനിധികളുണ്ട്, മറ്റ് എല്ലാ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ശ്രീ MM മാണി സാറിന് ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, മുഖ്യമന്ത്രി ഇന്നത്തെ പരിപാടിയുടെ കൂടാതെ വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് ഐസക്, മറ്റു മന്ത്രിമാര്, MP-മാര്, MLA-മാരെല്ലാം ഈ പരിപാടി പങ്കാളികളാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, K-Phone സമ്പ്രദായം കേരളത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില നിക്ഷിപ്ത താല്പര്യക്കാര് ഇത് തകർക്കാൻ ഇതിനെതിരെയുള്ള ഗൂഢാലോചന അപവാദ പ്രചാര വേല നടത്തി. എന്നാൽ അതിന് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി K-Phone സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കും എന്ന ഉറച്ച നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നൽകുക. K-Phone സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പുരോഗതി, ഇന്റർനെറ്റിന്റെ പുരോഗതി, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഈ പുരോഗതി സമൂഹത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമുള്ളത്. അതിൽ ഒരു 20-25 ലക്ഷത്തോളം കുടുംബങ്ങൾ, സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി സൗജന്യമായി നൽകുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അതാണ് ബാക്കിയുള്ള എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വികസിപ്പിച്ച് എത്തിക്കുക. അതൊരു വലിയ പുരോഗതി, വലിയ മുന്നേറ്റമാണ് കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. ആ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ വരെ അറിയിക്കാൻ ആഗ്രഹിക്കുക. ഇത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഇന്റർനെറ്റ് സംവിധാനമെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന വലിയ കമ്പനികളെല്ലാം അതിന്റെ പിന്നിൽ നിന്നാണ് ഇതിനെതിരെ അപവാദ പ്രചാരവേല നടത്തിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടവേറ്റാൻ ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്സിന്റെ ഫേസ് 1 ഉദ്ഘാടനത്തിന് വേണ്ടിയും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, ഇവിടെ എന്തോ ചില പ്രശ്നങ്ങൾ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ അധ്യക്ഷനായിരുന്ന ബഹുമാനായ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്നെ ക്ഷണിക്കുകയും ഞാൻ സംസാരം തുടങ്ങുകയും ചെയ്തു. അതിന്റെ മധ്യത്തിലാണ് അതല്ലാത്ത എന്തോ നടക്കുന്നുവെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ സംഭാഷണം നിർത്തുന്നത്. അത് ആ ഘട്ടത്തിൽ തന്നെ തത്സമയ സംപ്രേഷണമായി പോകുന്നുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഫോണുമായി ബന്ധപ്പെട്ട് നാം ഒരു ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച കാര്യവും അതിൻ്റെ പ്രത്യേകതയുമാണ് ഞാൻ ആമുഖമായി സംസാരിച്ചത്. ഇതിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഡിവൈഡുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ല എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ഫോണിലൂടെ നാം നടത്തുന്നത്. കേരള ജനതക്കാകെ ഇന്റർനെറ്റ് അധിഷ്ഠിതമായ സേവനങ്ങൾ അവരുടെ വിരൽത്തുമ്പുകളിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ വീടുകളെയും ഓഫീസുകളെയും ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ്. 20 ലക്ഷത്തോളം ആളുകൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ്. കേരളത്തെ ഇൻഫർമേഷൻ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നു. നോളേജ് എക്കോണമിയായും IT ഹബ്ബായും വളരാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ശക്തമായ അടിത്തറയാണ് ഒരുക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെടാനും സർക്കാർ സേവനങ്ങൾ ലഭിക്കാനുമുള്ള മാർഗം കൂടുതൽ സുഗമമാക്കുകയാണ്. തീർത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന സംരംഭമാണ് ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്നത്. ഫോൺ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യവും. വിവര സാങ്കേതിക വിദ്യയിൽ നിരവധി പുരോഗതികൾ ഉണ്ടായിരുന്നിട്ടും 10-ൽ താഴെ ശതമാനം സർക്കാർ ഓഫീസുകൾ മാത്രമേ സ്റ്റേറ്റ് നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിരുന്നുള്ളൂ. ഓപ്റ്റിക് ഫൈബർ ശൃംഖലയുമായുള്ള ബന്ധം അതിലും കുറവായിരുന്നു. ഭൂരിഭാഗം വീടുകളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് അറുതി വരുത്തുകയാണ്. ഡിജിറ്റൽ യുഗത്തിലെ മികച്ച ഭരണത്തിനായി സുരക്ഷിതവും വിശ്വസനീയവും വിപുലീകരിക്കാവുന്നതുമായ ഇൻഫ്രാസ്ട്രക്ചറാണ് ആവശ്യം. ഇന്റർനെറ്റിന്റെ ഇപ്പോഴത്തെ ലഭ്യത സ്വകാര്യ ഓപ്പറേറ്റർമാരെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പ്രധാനമായും നഗരപ്രദേശങ്ങളിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. എന്നാൽ
കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പരിമിതമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഫ്യൂച്ചറിസ്റ്റ് സാങ്കേതിക വിദ്യകളെ പരിപോഷിപ്പിക്കുന്ന മികച്ച സൗകര്യങ്ങൾ സ്വായത്തമാക്കുന്നതിൽ സംസ്ഥാനം വേഗത കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ബാൻഡ്വിഡ്ത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉപാധിയാണ് K4. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് K4. സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്താകെ സ്ഥാപിക്കുകയാണ്. അതുവഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ 30,000-ഓളം ഓഫീസുകളിലും കൂടാതെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് മുഖേന വീടുകളിലും എത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് സ്വകാര്യ ടെലികോം സർവീസ് പ്രൊവൈഡറിൻ്റെയും നിലവിലുള്ള ബാൻഡ്വിഡ്ത്ത് പരിശോധിച്ച് അതിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കി അത് പരിഹരിച്ച് ഭാവിയിലേക്ക് ആവശ്യമായ ബാൻഡ്വിഡ്ത്ത് സജ്ജമാക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ K4 ലിമിറ്റഡിലൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. K4 പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിനെ ടെൻഡർ നടപടിയിലൂടെയാണ് തെരഞ്ഞെടുത്തത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, റെയിൽടെൽ, LS കേബിൾ, SRIT എന്നീ കമ്പനികൾ ഉൾപ്പെട്ട കൺസോർഷ്യമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2019 മാർച്ച് 9-നാണ് കരാർ ഒപ്പിട്ടത്. സംസ്ഥാനത്തെ 14 ജില്ലകളെയും 4 റിംഗ് വഴി ബന്ധിപ്പിക്കുകയാണ്. ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് വഴിയാണ്. KSEBയുടെ 378 സബ്സ്റ്റേഷനുകളിൽ പ്രീഫാബ് ഷെൽട്ടറിനുള്ളിൽ ടെലികോം ഉപകരണങ്ങൾ സ്ഥാപിക്കും. 14 ജില്ലകളിലും പോർപോപ്പ് പോയിന്റ് ഓഫ് പ്രസൻസ് ഉണ്ട്. അത് KSEB സബ്സ്റ്റേഷനുകളിൽ 300 സ്ക്വയർ ഫീറ്റിലായിരിക്കും സ്ഥാപിക്കുക. ഈ പോപ്പുകൾ 110 ബാർ 220 ബാർ 400 KB ടവറുകൾ വഴി സ്ഥാപിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ 4 റിംഗ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. ഈ ശൃംഖലകളിൽ സ്ഥാപിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ എറണാകുളം ജില്ലയിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ NOC സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിന്റെ 100% ലഭ്യതയ്ക്ക് വേണ്ടി റിംഗ് ആർക്കിടെക്ചറാണ് അവലംബിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയിലും കോർ പോപ്പിന് പുറമെ മറ്റു പോപ്പുകളും KSEB സബ്സ്റ്റേഷനുകളിൽ സ്ഥാപിക്കും. ഇവ അഗ്രിഗേറ്റ് പോപ്പുകൾ എന്നറിയപ്പെടും. ഇവയെ ബന്ധിപ്പിക്കുന്നതിന് ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ച് 40 Gbps ബാൻഡ്വിഡ്ത്ത് കപ്പാസിറ്റിയിലുള്ള നെറ്റ്വർക്ക് സ്ഥാപിക്കും. അഗ്രിഗേഷൻ റിംഗിന് പുറമെ പ്രീ അഗ്രിഗേഷൻ റിംഗുകളും സ്പെർ പോപ്പുകളും സ്ഥാപിക്കുന്നതാണ്. 35,000 കിലോമീറ്റർ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്കാണ് സംസ്ഥാനത്താകെ സ്ഥാപിക്കുന്നത്. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ ശൃംഖലയായി ഇത് മാറും. ഇതൊരു ന്യൂട്രൽ ആക്സസ് നെറ്റ്വർക്കായി പ്രവർത്തിക്കും. K4 പദ്ധതിക്ക് വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി പരിപാലനം ഉൾപ്പെടെ 9 വർഷത്തേക്ക് ഏർപ്പാടാക്കിയ കരാർ, അതിന്റെ ഭാഗമായുള്ള തുക 1,531 കോടി രൂപയാണ്. ഇതില് 1,168 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും 363 കോടി രൂപ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിനുമാണ്. ഇതിൽ കാപെക്സ് തുകയായ 1,168 കോടി രൂപയുടെ 70%
കിഫ്ബിയിൽ നിന്നുമാണ് നൽകുന്നത്. കേബിൾ ഓപ്പറേറ്റർ, ടെലികോം ഓപ്പറേറ്റർ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, കണ്ടന്റ് സർവീസ് പ്രൊവൈഡർ തുടങ്ങിയ എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യം IT പാർക്കുകൾ, എയർപോർട്ട്, തുറമുഖം തുടങ്ങിയ ഇടങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും. 30,000-ലധികം സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10 Mbps തൊട്ട് 1 Gbps വരെ വേഗതയിൽ നെറ്റ് കണക്ഷൻ ലഭ്യമാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്റ്റാർട്ടപ്പ്, സ്മാർട്ട് സിറ്റി തുടങ്ങിയ മേഖലകളിൽ മികവിന്റെ കേന്ദ്രങ്ങൾക്ക് കെ-ഫോൺ സൗകര്യമൊരുക്കും. ഗ്രാമങ്ങളിലെ ചെറുകിട സംരംഭങ്ങൾക്കും ഇ-കൊമേഴ്സ് വഴി വിൽപ്പന നടത്താൻ കെ-ഫോൺ സഹായകമാകും. സർക്കാർ സേവനങ്ങളായ ഇ-ഹെൽത്ത്, ഇ-എഡ്യൂക്കേഷൻ, മറ്റ് സർവീസുകൾ എന്നിവയ്ക്ക് കൂടുതൽ ബാൻഡ്വിഡ്ത്ത് നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കെ-ഫോൺ സഹായിക്കും. ഉയർന്ന നിലവാരമുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കാര്യക്ഷമമാക്കാനും കെ-ഫോൺ പദ്ധതി സഹായിക്കും. സിസ്റ്റം ഇന്റഗ്രേറ്റർ സമർപ്പിച്ച പദ്ധതി പ്രകാരം കോർ എഗ്രിഗേഷൻ, NOC എന്നിവ പൂർത്തിയായി വരികയാണ്. 29,000 ഓഫീസുകളുടെ സർവേയും 32,000 കിലോമീറ്റർ OFCയുടെ സർവേയും 8 ലക്ഷം KSEB പോളുകളുടെ സർവേയും 375 പോപ്പുകളുടെ പ്രീഫാബ് ലൊക്കേഷൻ സർവേയും പൂർത്തീകരിച്ചിട്ടുണ്ട്. 29,000 കിലോമീറ്റർ ADSS OFC കേബിൾ ഇടാനുള്ളതാണ്. അതിൽ 14 ജില്ലകളിലായി 7,200 കിലോമീറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. 375 പോപ്പുകളിൽ 136 സിവിൽ ഫൗണ്ടേഷനും 125 പ്രീഫാബ് ഷെൽട്ടർ ഇൻസ്റ്റലേഷനും പൂർത്തീകരിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട് 1000-ഓളം ഓഫീസുകളുടെ കണക്ടിവിറ്റിയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള 5,700-ഓളം ഗവൺമെന്റ് ഓഫീസുകളിൽ കണക്ടിവിറ്റി ഉടൻ പൂർത്തീകരിക്കുന്നതാണ്. 110, 220, 400 KB ഇലക്ട്രിക്കൽ ടവറുകൾ വഴി 2,900 കിലോമീറ്റർ OPGW കേബിള് ഇടാനുള്ളതിൽ 360 കിലോമീറ്റർ കേബിളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കെ-ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകാനും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനും കഴിയും. ഇത് വിദ്യാഭ്യാസത്തിനും സംരംഭകത്വത്തിനും നിക്ഷേപത്തിനും വ്യവസായത്തിനും വിനോദത്തിനും ഒക്കെയുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. വിവിധ മേഖലകളിൽ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ കെ-ഫോൺ സഹായകമാകും. ഈ പദ്ധതി അങ്ങേയറ്റം സുതാര്യമായാണ് നടപ്പാക്കുന്നത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, കരാറുകൾ എന്നിവയെല്ലാം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വളരെ സന്തോഷത്തോടെ കെ-ഫോണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. വളരെ നന്ദി സർ. ഞാൻ ഇപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥി, നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ TM തോമസ് ഐസക് സാറാണ്. ഞാൻ സാറിന് ഹാർദമായി ഈ അഡ്രസ് ചെയ്യാൻ ക്ഷണിക്കുന്നു.
കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിന്റെ മികവ്. ഇന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ അടിസ്ഥാന അജണ്ട. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സാമ്പത്തിക അടിത്തറയിൽ ഒരു പൊളിച്ചെഴുത്ത് കൊണ്ടുവരാനാണ്. ക്ഷേമനേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താ മാറ്റം? വിജ്ഞാന വ്യവസായങ്ങളിലേക്ക് മാറുക, ഡിജിറ്റൽ എക്കോണമിയിലേക്ക് മാറുക, നമ്മുടെ സമ്പദ്ഘടനയുടെ എല്ലാ മേഖലകളിലും ആധുനിക സങ്കേതങ്ങള്, പ്രത്യേകിച്ച് ഡിജിറ്റൽ സങ്കേതങ്ങള് സന്നിവേശിപ്പിക്കുക. ഇതിന്റെ ഫലമായിട്ട് നല്ല ശമ്പളത്തോടു കൂടിയ തൊഴിലവസരങ്ങൾ കേരളത്തിലുണ്ടാവും. കേരളത്തിലെ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ ഗണ്യമായിട്ട് പരിഹരിക്കുന്നതിന് കഴിയും. ഇത്തരത്തിലുള്ള പരിശ്രമം നടത്തുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ബഹുമാന്യ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി തുടക്കത്തിൽ തന്നെ. ഡിജിറ്റൽ ഡിവൈഡ് അത് പാടില്ല. ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതിന്ന് പുറത്താകാൻ പാടില്ല. നമ്മുടെ ഈ കേരളത്തിന്റെ വികസന പാരമ്പര്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് നേച്ചറാണ്. എല്ലാവരെയും ഉൾച്ചേർന്നുകൊണ്ടുള്ള വികസന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തുന്നതിന് രണ്ട് രീതിയിലാണ് ആ ഗ്യാരണ്ടി വരുന്നത്. ഒന്ന്, ഈ കെ ഫോൺ വരുന്നതോടുകൂടി നമുക്ക് കേരളത്തിന്റെ ഇന്റർനെറ്റ് ഹൈവേ ഒരാളുടെയും കുത്തുകയായിരിക്കില്ല. അത് സർക്കാരിന്റെ ഇന്റർനെറ്റ് ഹൈവേ ആണ്. എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിനും, കേബിൾ ഓപ്പറേറ്റേഴ്സിനും, ടെലികോം ഓപ്പറേറ്റേഴ്സിനും, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർക്ക്, കണ്ടന്റ് സർവീസ് പ്രൊവൈഡർമാർക്ക്, ഇങ്ങനെയുള്ള എല്ലാവർക്കും തുല്യ അവസരം ഉണ്ടാവും. ഇത് ഉറപ്പ് നൽകുന്ന ഏക സംസ്ഥാനം കേരളമായിരിക്കും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ ലോകത്ത് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്, നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഇത് പ്രാപ്യമാവുന്നു. അത് 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നു. ബാക്കിയുള്ളവർക്ക് ന്യായമായ നിരക്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നു. അപ്പൊ ഇതിന് സർക്കാരിൽ നിന്നുള്ള വലിയ സബ്സിഡി ഒന്നും ഇതിന് ആവശ്യമില്ല കൊടുക്കുന്നതിന്. കാരണം ഇതിന്റെ ബിസിനസ് മോഡലിൽ, കെ ഫോണിന്റെ ബിസിനസ് മോഡലിൽ ഇപ്പൊ 30,000 സർക്കാർ സ്ഥാപനങ്ങളെ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അതിൽ 10% ഇപ്പോൾ നെറ്റ്വർക്കിലുള്ളൂ. 30,000 സ്ഥാപനങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് സർവീസ് പ്രൊവൈഡർക്ക് അന്യഥ നൽകേണ്ടുന്ന സർവീസ് ഫീ കെ ഫോണിന് നൽകിക്കഴിഞ്ഞാൽ നമ്മൾ 20 ലക്ഷം പേർക്ക് സൗജന്യമായിട്ട് നൽകാൻ പറ്റും. അതാണ് എന്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇവിടത്തെ പാവപ്പെട്ടവർക്ക് നമ്മൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എൻഷുർ ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം സാമ്പത്തിക മാറ്റങ്ങളാണ് കേരളത്തിൽ വരിക? ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലേക്ക് നമ്മൾ വലിയ കാൽവെപ്പ് നടത്താൻ പോവുകയാണ്. ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം ഗിഗ് എക്കോണമിയിലേക്ക്, അല്ലെങ്കിൽ വീട്ടിനടുത്തിരുന്ന് ജോലി ചെയ്യുന്നതിലേക്കുള്ള പരിവർത്തനം, അതില് കേരളത്തിൽ ഇടപെടാൻ നമുക്ക് കേപ്പബിലിറ്റി തരാൻ പോകുന്ന ഒന്ന് ഈ കെ ഫോണിന്റെ സാന്നിധ്യം. അത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളെയും നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയിട്ടുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾക്ക് ഇത് വലിയ പ്രചോദനം ചെയ്യും. അതിന്റെ വളർച്ച ശക്തിപ്പെടും. 3, ഈ 30,000 ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഇൻട്രാനെറ്റിലേക്കാണ് വരുന്നത്. ഇവരുടെ ഇ ഗവേണൻസ് സമ്പ്രദായം സമ്പൂർണമായിട്ട് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ പഞ്ചായത്തുകളുടെ ഇ ഗവേണൻസ് സമ്പ്രദായം ടോട്ടൽ റിസോഴ്സ് പ്ലാനിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ കംപ്ലീറ്റ് ഇ ഗവേണൻസ് സിസ്റ്റം, ആ ഇ ഗവേണൻസും നമ്മുടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഉറപ്പ് നൽകാനും കഴിയും. ഇത് വരുത്തുന്ന വലിയ മാറ്റമുണ്ട്. അങ്ങനെ വലിയ ചലനങ്ങള് നമ്മുടെ സമ്പദ്ഘടനയിൽ കൊണ്ടുവരാൻ പര്യാപ്തമായിട്ടുള്ള മാറ്റമാണിത്. വിപ്ലവകരമായ മാറ്റം എന്ന് പറയാം.
ഈ ഒരു ഗെയിം ചേഞ്ചർ ആണ് കെ ഫോൺ എന്ന് ഞാൻ പറയും. പക്ഷെ എന്തെല്ലാം ആക്ഷേപമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ അഴിമതിയുടെ പ്രത്യക്ഷ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒന്ന് കെ ഫോണാണ്. എന്താ അത് 1160 കോടി രൂപയാണ് ഇതിന് ചെലവ് ആദ്യം പറഞ്ഞിരുന്നത്. ആ ടെൻഡർ വിളിച്ചപ്പോ 1531 അത് അഴിമതിയാണ് എന്നാണ് പറയുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നമ്മുടെ റെയിൽ നെറ്റ് അടക്കമുള്ളവര് ചേർന്നുള്ള ഒരു കൺസോർഷ്യം പൊതുമേഖലാ സ്ഥാപനമാണെന്നെങ്കിലും തിരിച്ചറിയട്ടെ. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ വർധനയുടെ അടിസ്ഥാനം മെയിൻ്റനൻസ് കോൺട്രാക്ട് ഇവർക്ക് തന്നെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്ത് പുകമറയാണ് കേരളത്തിന്റെ ഈ വലിയ കുതിച്ചുചാട്ടത്തിന്റെ തേജസ് കളയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചിലർ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും കേരളത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയാൻ പോകുന്നില്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേസ്റ്റിലൊക്കെ ആധുനികമായിട്ട് അവതരണം തന്നെ അങ്ങനെ തന്നെയാണ്. തുടക്കം KSEB എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മികവുകള് പല രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുതിയ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതിൽ ട്രാൻസ്ഗ്രിഡ് ആയാലും ദ്വിതി ആയാലും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. പ്രളയം ഒക്കെ ഉണ്ടാവുമ്പോൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നത്. ഇപ്പൊ കെ ഫോൺ ഇത്തരത്തിൽ കാര്യക്ഷമമായിട്ട് നടപ്പാക്കിയതിലും മുഖ്യമന്ത്രി കൃത്യമായിട്ട് KSEBയുടെ അതിലെ പങ്ക് വിശദീകരിക്കുകയുണ്ടായി. അപ്പോ ബഹുമാനപ്പെട്ട മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നത് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അടുത്ത് ഞാൻ KSEB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ NS പിള്ളை അവരെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കാര്യപരിപാടിയുടെ അധ്യക്ഷൻ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ M.M. മണി അവർ, ഈ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ഇതില് പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് അവർ, ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന സൗരഭ് ജെയിൻ IAS പവർ സെക്രട്ടറി, ശ്രീ MV ഗൗതമ ബെൽ CMD, പുനീത് ചൗള CMD റെയിൽടെൽ, സ്വാഗതം ആശംസിച്ച ശ്രീ K. മുഹമ്മദ് വൈ സഫറുള്ള IAS, വോട്ട് ഓഫ് താങ്ക്സ് പ്രപ്പോസ് ചെയ്യുന്ന ശ്രീ ജയശങ്കർ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പദ്ധതിയെക്കുറിച്ചുള്ള വളരെ വിശദമായ വിശദീകരണങ്ങൾ മുൻ പ്രാസംഗികരെല്ലാം നൽകിക്കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായ വിശദീകരണം നൽകിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് വിശദമായിട്ടൊന്നും പറയാൻ KSEB ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ ഒട്ടനവധി ആളുകൾക്കുണ്ടായിരുന്ന ആശങ്കകൾ മാറിയിരിക്കുന്നു. കാരണം ഈ പദ്ധതി പ്രാവർത്തികമാകുന്നു. എത്രത്തോളം 20 ലക്ഷത്തോളം ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതിന്റെ സഹകരണം കിട്ടിക്കഴിയുമ്പോഴും 30,000-ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ ഈ സർവീസിൽ പെട്ടുകഴിയുമ്പോഴേക്കും കേരളത്തിൽ ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്കെല്ലാം അവർക്ക് കേരളത്തിന്റെ 50-ലധികം വകുപ്പുകളിൽ നിന്ന് കിട്ടേണ്ട പലതരം സേവനങ്ങളും വളരെ കൃത്യതയോടുകൂടിയും സുതാര്യമായും പെട്ടെന്നും കിട്ടുന്ന രീതിയിലേക്ക് കേരളം കുതിക്കുകയാണ്. അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ കിട്ടേണ്ട എല്ലാ സേവനങ്ങളും വെബ്സൈറ്റ് വഴിയും ഓൺലൈൻ വഴിയും ജനങ്ങൾക്ക് കിട്ടി തുടങ്ങുമ്പോൾ അവരുടെ ഇതിനു വേണ്ടുന്ന ചെലവുകളിലും യാത്രയിലും ഒക്കെ കുറവുകളും നേട്ടങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. KSEB കൂടി പങ്കുചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ന് ഈ തരത്തിൽ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തതിൽ KSEB ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ ഇന്ന് ഇത്തരത്തിൽ ധന്യമാക്കാൻ പ്രവർത്തിച്ച KSEB എല്ലാ സഹപ്രവർത്തകരെയും അനുമോദനം അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പെട്ടെന്ന് പൂർത്തിയാക്കാൻ, സമയബന്ധിതമായി പൂർത്തിയാക്കി ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സർ. അടുത്ത് നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ ശ്രീ MV ഗൗതമ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, Bell, to kindly address the gathering. Sri Pinarayi Vijayan, Honorable Chief Minister of Kerala, Sri M.M. Mani, Honorable Minister for Electricity,
Dr. T.M. Thomas Isaac, Honorable Minister for Finance and COIR, senior officers of Government of Kerala. We in BEL thank the Government of Kerala for having faith in us and given this prestigious project of Kerala for implementation. BEL, along with our consortium partners, Railtel, SRIT, and LS Cables, we are committed to complete this project at the earliest. The dream of national planners to transform our country through Digital India is not going to get completed unless projects like KFON are initiated by every state government. The dream of the government of Kerala in removing digital divide in Kerala and also providing high-speed internet available for everyone is going to transform the lives of Keralites. And with this project, I am sure Kerala will be considered as the most developed state in the Indian state. This is going to be a game changer, certainly, as the Honorable Minister has told. And it is in the COVID period, we all have seen that we need more digital highways rather than the physical roads and highways. So this is going to transform Kerala, and we are committed through this project to support the Kerala government. I thank the opportunity given to me for this inauguration. Thank you. Thank you, sir. Next, I called Shri Chandra Kishore Prasad, Regional General Manager from Railtel, to address the gathering. Good afternoon, Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, Honorable Energy Minister, Honorable Finance Minister, all the MLAs, CMD of KSEB, Shri Shafiullah, Additional Secretary, Dr. Jaishankar Prasad, CMD BEL, Shri MD Gautam, and all my partners. I would like to congratulate the people of Kerala on this momentous occasion of the inauguration of Phase 1 of Kerala Fiber Optic Network by the Honorable Chief Minister. It is indeed a matter of great pride for Railtel to be associated with this ambitious project of KFON. Railtel is implementing the KFON project of Kerala State Government for creation of statewide telecom OFC network as consortium partner with BEL. Railtel portion includes supply, installation, commissioning of networking equipments, servers, routers, switches, and entire network operations center. The scope involves maintaining the system for 7 years. The network is in 3 tiers with connectivity to the end user offices. There will be around 30,000 end offices like village offices, education institutions, hospitals, which will benefit the common public. And the entire infrastructure managed from the state-of-the-art NOC, which has a DR, disaster recovery functionality. A new optical transmission technology of dense wavelength division multiplexing to transmit the high bandwidth of 100 Gbps has been deployed in a ring architecture by Railtel. And the network has multiple routes for which high-end multi-protocol label switching techniques and routers have been utilized. The network, which once fully implemented, will bring quantum change in the life of the people of Kerala by bridging the rural-urban divide, and all citizen-centric services can be deployed and availed by applying from the comfort of their homes. This network is a tool of digital inclusion and will truly make the most educated state also a truly digital state. I'd like to thank all the leadership team of the state of Kerala, BEL, and also my own team, and the partners who have toiled hard to bring this project to fruition. So thank you once again for giving us the opportunity. Thank you. Thank you, Shri C.K. Prasad. Next, I'll like to request the Network Operation Center team to kindly display to the audience the kind of end offices which are visible from NOC screens. So this is the Network Operation Center at Kalamesheri in Kochi.
We all know that this NOC connects and acts as the heart of the entire KFone. And this project, in the screen you can see 4 halves. At the top left you can find the GIS, where the GIS mapping of all the OPGW cables, ADSs are all there. This is a real-time monitoring using which we all do day-to-day monitoring of the project. ഈ ലെഫ്റ്റ് ടോപ്പിൽ ഉള്ളത് നമ്മുടെ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS മാപ്പാണ്. അതുകൊണ്ട് നമ്മൾ അതുവഴിയാണ് നമ്മൾ ദിവസേന ഇത് എല്ലാം മോണിറ്റർ ചെയ്യുന്നത്. ടോപ്പിൽ ഉള്ള റൈറ്റ് സൈഡ് പാനലിൽ ഉള്ളത് നമ്മുടെ എൻഡ് ഓഫീസസുകളാണ്. അതിന്റെ സ്റ്റേറ്റസ് ഡൗൺ ആണോ അപ്പ് ആണോ, അതേപോലെ സ്പീഡ് കണക്ടിവിറ്റി ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. താഴെയുള്ള പാനലിൽ ലെഫ്റ്റിൽ ഉള്ളത് നമ്മുടെ നെറ്റ്വർക്ക് ആണ്, എങ്ങനെയാണ് ഇത് കണക്ടിവിറ്റി ഉള്ളത്, അതിൽ ഏതെങ്കിലും ബ്രേക്കേജസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ നോക്കാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ താഴെ ഉള്ളത് ബോട്ടം റൈറ്റ് കോർണറിൽ ഉള്ളത് നമ്മുടെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ഇന്റെ ആർക്കിടെക്ചർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോർ റിംഗ് ഉണ്ട്, നമുക്ക് ഹാർട്ടായി ഓപ്പറേറ്റ് ആകുന്നത് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്റർ ആണ്. ദെൻ നമുക്ക് ഒരു കോർ നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ ജില്ലകളിലും ഒരു കോർ പോപ്പ് ഉണ്ട്. ദാറ്റ് ഇസ് പോയിന്റ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന കോർ പോപ്പ് ആണ്, അത് ജില്ലാ സെന്ററിന് നമ്മൾ പറയാം. ദെൻ നമുക്ക് ഒവ്വൊരു ജില്ലയിലും അഗ്രിഗേറ്റ് റിംഗ് എന്നുണ്ട്, അതായത് ഒരു സെക്കൻഡ് ലെവൽ റിംഗ്, ദെൻ സ്പർന്ന റിംഗ് ഉണ്ട്. ഈ എല്ലാ റിംഗ് സ്ട്രക്ചറും നമുക്ക് പ്രൈമറി സെക്കൻഡറി പോലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ബ്രേക്ക് ആയാലും മറ്റേ സൈഡിൽ നമുക്ക് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് DR കണക്ടിവിറ്റിയും ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ സ്കേലബിൾ ആൻഡ് റിലയബിൾ ആൻഡ് സെക്യൂർ നെറ്റ്വർക്ക് ആണ് കൊടുക്കാൻ പറ്റും. സ്കേലബിൾ എന്ന് പറയുന്നത് നമുക്ക് ഹൈ ആൻഡ് കണക്ടിവിറ്റി ബാൻഡ്വിഡ്ത്തിന്റെ ആവശ്യം പെട്ടെന്ന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്കേലബിൾ ആണ്, നമുക്ക് കോൺഫിഗറേഷനിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. റിലയബിൾ ആണ്, അതായത് ഇതിന്റെ ഡൗൺ ടൈം വളരെ വളരെ കുറവാണ്. അതേപോലെ സെക്യൂർ ആണ്, ഇത് നമ്മൾ മോണിറ്റർ ചെയ്ത് ഏതും ഇൻട്രൂഷൻ ഒക്കെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്കേലബിൾ റിലയബിൾ സെക്യൂർ നെറ്റ്വർക്ക് വരുന്നത് മൂലം അതേപോലെ ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി ആക്സസ്, അതായത് എല്ലാ ഓപ്പറേറ്റേഴ്സും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വളരെ കൂടുതലാണ്. താങ്ക് യു. ഞാൻ അടുത്ത് നന്ദി പ്രകാശനത്തിന് വേണ്ടി ഡോക്ടർ ജയശങ്കർ പ്രസാദ്, മാനേജിംഗ് ഡയറക്ടർ KSITL ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വൈദ്യുശക്തി വകുപ്പ് മന്ത്രി ശ്രീ M.M. മണി അവർക്ക്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവർക്കും ഈ ചടങ്ങിന് പങ്കെടുക്കുന്നതിനും ഈ ഉദ്ഘാടന കർമ്മം നടത്തുന്നതിനും നന്ദി അറിയിക്കുന്നു. മറ്റ് പവർ സെക്രട്ടറി E&IT, KCB, ബെൽ, റെയിൽടെൽ തുടങ്ങിയ CMD-മാർക്കും KFoneന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ബെൽ, റെയിൽടെൽ, SRIT, TCIL, KCB എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും KSITLന്റെയും KFone ടീമിനും നന്ദി അറിയിക്കുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും ഇതുമായി സഹകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിരുന്ന എല്ലാ ആൾക്കാരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഈ പരിപാടി അവസാനിപ്പിച്ചു. The function has now ended. Thank you everyone.